മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ്. 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം സാമ്പത്തികമായിട്ട് ഇവരെ കൈവിടില്ല എന്ന് വേണം കരുതാൻ. എന്നാൽ ജന്മത്തിലെ രാഹുവും 7ൽ നിൽക്കുന്ന കേതുവും 7ാം ഭാവം നേരെ എതിരെ പിടിച്ചൊരു കണ്ണാടിയാണ്. അപ്പോൾ 7ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു വ്യാഴം എത്ര അനുകൂലമായി അവരെ നല്ല വാക്കുകൾ സംസാരിപ്പിക്കുവാനും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനുമൊക്കെ ഇടം നൽകുമെങ്കിലും 7ൽ നിൽക്കുന്ന കേതു ചിലപ്പോൾ അഹങ്കാരത്തിൻ്റെ അംശങ്ങൾ ഇവരിലേക്ക് ചേർക്കും. സ്വാഭാവികമായും മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കഴിവിനെയോ അല്ലെങ്കിൽ തങ്ങളുടെ ശുദ്ധിയെയോ മറികടന്നുകൊണ്ട് അശുദ്ധിയും അബുദ്ധിയും പ്രവർത്തിപ്പിക്കാനുള്ള അവസ്ഥയുണ്ടാക്കും. അത് പലപ്പോഴും ഇവർക്ക് പാരയായി വരാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം ഈശ്വരാധീനത്തോടുകൂടി മനസ്സർപ്പിച്ച് ഈശ്വരനെ വിളിച്ചുകൊണ്ട് ഓരോ കാര്യവും ചെയ്യുക. നാവിൽ വികട സരസ്വതി പ്രകടമാകാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ആഴ്ചയാണിത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. 9ാം ഭാവത്തിലെ ശുക്രൻ്റെയും ബുധൻ്റെയും സഞ്ചാരം ദേവിയുടെയും ശ്രീകൃഷ്ണൻ്റെയും അനുഗ്രഹം ഇവരിലേക്ക് പകർത്തും. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം ഉണ്ടെന്ന് പറയാം. പക്ഷേ 10ാം ഭാവത്തിലെ ചൊവ്വയും സൂര്യനും കർമ്മരംഗത്ത് ഇവർക്ക് കഴിവുണ്ടെങ്കിലും സജീവമായി പ്രവർത്തിക്കാനുള്ള മനോധൈര്യമുണ്ടെങ്കിലും ചിലപ്പോൾ ചിലത് പാഴായി പോകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ പരമാവധി ശ്രമിക്കുക. സ്വന്തം ഇല്ലത്തിൽ തന്നെ, സ്വന്തം കൂട്ടിൽ തന്നെ ചിലപ്പോൾ ശത്രു ഉണ്ടായേക്കാം. അതിനെ തിരിച്ചറിയുക. ബുദ്ധി ആർക്കും കടം കൊടുക്കാതിരിക്കുക. അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി മനസ്സുറപ്പോടുകൂടി ഓരോ കാര്യവും ചെയ്യുക. സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. ശരീരത്തിന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാഹു നിൽക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് വിഷമയമായ വസ്തുക്കൾ ശരീരത്തിലേക്ക് കടത്താതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അങ്ങേയറ്റം കരുതലെടുക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 3, 4, 31, 1, 2, 3, 4 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്.